ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഒന്ന് അത്യാവശ്യം നല്ല രീതിക്ക് സൈഡ് വേസ് ആയിരുന്നു. പി സൈഡൊക്കെ തന്നെയാണ്, വൺ വേ മൂവ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഇന്നത്തെ ദിവസം പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റില്ല. അതായത് മോർണിംഗിൽ നമുക്ക് ഒരു മൊമെൻറ്റം എന്നും കിട്ടാറുണ്ട്. എല്ലാ ദിവസവും ആ മൊമെൻറ്റം നോക്കിയിരിക്കുക എന്നല്ല ഞാൻ പറയണത്. ഇപ്പോൾ ട്രേഡ് എപ്പോഴാണ് വരുന്നത് അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം, അതൊക്കെ ഓക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ട്രേഡ് ഇല്ല. അതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രശ്നം. ഒരു മൊമെൻ്റാണെന്ന് മാർക്കറ്റിൽ വന്നത്, ഒറ്റ മൊമെൻറ്റത്തിൽ നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല, അത്രയുള്ള കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു മൊമെൻ്റൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണുന്നത് നിഫ്റ്റി ചാർട്ടാണ്, ഫുൾ സൈഡ് വേസ് ആണ്. കാര്യം മൊമെൻ്റ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ടൈമിൽ നമ്മൾ ഉണ്ടെങ്കിലാണ് എടുക്കാൻ പറ്റുള്ളൂ. വെറുതെ എടുത്ത് വെച്ചിട്ട് പോകുന്ന സെറ്റപ്പ് എൻ്റെ കയ്യിലില്ല. നമ്മളൊരു 10 മിനിറ്റാണ് ഹോൾഡിങ് ടൈം പറയുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഒരു നല്ലൊരു പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക. കറക്റ്റായിട്ട് മനസ്സിലാക്കുക, കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ലേ. അപ്പോൾ അതാണ് സൈഡ് വേസ് എന്ന് പറഞ്ഞിട്ടോ. നമുക്കവിടെ കാണുന്ന പോലെ പി സൈഡിക്ക് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് നിഫ്റ്റി. അപ്പോൾ പി എടുക്കാവുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നമാണുള്ളത്. നിങ്ങളോട് നോക്കുക, 30-ാം തീയതി ഡേറ്റ്, ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ അടിയിലാണ് ക്ലോസ് ചെയ്തത്. അവിടെ നിന്ന് പി സ്റ്റാർട്ടായേക്കാണ്. അതായത് പിക്ക് സാധ്യതയുള്ള മാർക്കറ്റാണെന്ന് അർത്ഥം. ഇത് നേരെ പോയിട്ട് നമ്മുടെ അടുത്തൊരു സപ്പോർട്ടിൽ ടച്ച് ചെയ്തു. സപ്പോർട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗ് ആണ്. പിന്നെ ഇത്രയും പി വരുന്ന മാർക്കറ്റിൽ നമ്മൾ ഡയറക്റ്റ്ലി എടുക്കാനും പറ്റില്ല സപ്പോർട്ടിൽ ടച്ച് ചെയ്താലും. അതായത് ഇവിടുന്ന് അത്യാവശ്യം ഇടിഞ്ഞ് പോകണ ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സപ്പോർട്ട് 25,318 എന്ന് പറഞ്ഞ സപ്പോർട്ട്, ഈ കാണുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ 25,318, അവിടെ നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. ഒരു ഗ്രീൻ ക്യാൻഡിൽ അടിയിൽ ലോസിനോട് കൂടിയിട്ട് സ്പോട്ടിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. ഇത് അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യണ മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിനൊരു സസ്റ്റൈൻ ടൈം കൊടുക്കണം. 25,484 അവിടെ സസ്റ്റൈൻ ടൈം കൊടുക്കും. ഒരു 10 മിനിറ്റെങ്കിലും ക്യാൻഡിൽസ് അടിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പിയിലേക്ക് പിന്നെയും പ്ലാൻ ചെയ്യുക, സപ്പോർട്ടിൻ്റെ അടിയിലേക്ക് കേട്ടോ. ഇവിടെ അങ്ങനത്തെ ഒരു സിനാരി നടന്നിട്ടില്ല. നമുക്ക് കണ്ടീഷൻ ആക്ടിവേറ്റ് ആവുന്നത് ഇവിടെയാണ്. പക്ഷേ അവിടെ സസ്റ്റൈനിങ് ഇല്ല, അതാണ് പ്രശ്നം. അവിടുത്തെ നമുക്കിവിടെ കാണാം, അവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ അതാണ് അവിടുത്തെ പ്രശ്നം. ക്യാൻഡിൽസിന് അടിയിലേക്ക് പോകാനുള്ള ടെൻഡൻസി അവിടെ കുറവാണ്. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് വരച്ച് വന്നാൽ നമുക്ക് സ്പോട്ടിൽ ട്രേഡ് എടുക്കാനൊക്കെ പറ്റും കേട്ടോ, ഇല്ലായിക്കൊന്നുമില്ല. പിന്നെ നമുക്ക് ക്രൂഡ് ഓയിൽ എൻട്രി വന്നിട്ടുണ്ടായിരുന്നു, സിയിലേക്കും പിയിലേക്കും എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. രണ്ടും വലിയ മെച്ചമൊന്നുമില്ല. നമുക്ക് കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് ഇറങ്ങേണ്ട വരും, അല്ലെങ്കിൽ അത് എസ് കൊടുക്കേണ്ട വരും. ഈ രണ്ട് സെറ്റപ്പ് അവിടെ ഉള്ളൂ. 1:1 നല്ല ട്രേഡ് ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാത്ത ട്രേഡായിരുന്നു രണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്നത് BTCയിലാണ്. BTCയിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എന്ന് വന്നിട്ടുണ്ട്. അതായത് BTCയിൽ ട്രേഡ് ചെയ്യുന്നത് നമ്മൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലാണ്. അപ്പോൾ നിങ്ങൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ എൻ്റെ റെഫർ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ എൻട്രി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ലിങ്ക് യൂസ് ചെയ്തിട്ട് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. റെഫർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നും ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ അടിപൊളി ട്രേഡ് ഉണ്ടായിരുന്നു. $150 മാക്സിമം പ്രോഫിറ്റ്. 1:5 എന്നൊക്കെ പറഞ്ഞാൽ $150. പക്ഷേ $300 വൺ വേയിൽ പോയിട്ടുള്ള ട്രേഡാണ് അത് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്നത് ഇത്രയും സ്ട്രൈക്കുകളാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിക്കൊക്കെ ഒന്ന് നോക്കി നോക്കാം. 25,600 B, ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. 7:30 ഇന്ന് രാവിലെ 7:30 മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു 3 ടൈപ്പ് എൻട്രിയാണ് വന്നത്. ഒന്ന് ഫസ്റ്റ് എൻട്രി ഇതാണ്, സെക്കൻഡ് എൻട്രി ഇതാണ്, തേർഡ് എൻട്രി ഇവിടെയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് തേർഡ് എൻട്രി വരുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഫുൾ ടാർഗറ്റൊക്കെ തന്നെയാണ്. പക്ഷേ അതിലേക്ക് ഞാൻ വരാം കേട്ടോ. അതിൽ ഇത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. മൂന്നാമത്തെ എൻട്രിയിൽ ഇത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് എൻട്രി കിട്ടിയത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് ഒന്നുമില്ല, നമ്മുടെ സെയിം പ്രോപ്പർ കണ്ടീഷനാണ്. 124-25 മുകളിൽ വരുന്ന സമയത്ത് നമുക്കൊരു, അതായത് 124-25 ഇതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ റെഡ് ലൈനാണ് അതിൻ്റെ പ്രൈസ്. അവിടേക്ക് നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്, പി സൈഡിൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ് 9 പിന്നെ ഒന്ന് ട്രൈ ചെയ്തു ഇവിടെ. പക്ഷേ റെഡ് ക്യാൻഡിൽ അടിയിലാണ് ലോസ് ചെയ്തതാണ്. നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. റെഡ് ക്യാൻഡിൻ്റെ ബോഡി ലോസ് അടിയിലാണ്. നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല രീതിക്ക് അടിയിൽ പോയിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമതാണ് ട്രൈ ചെയ്തപ്പോഴും ഈ റെഡ് ക്യാൻഡിലിൽ ക്ലോസിങ് അടിയിലാണ് വരുന്നത്. അപ്പോഴും ട്രേഡ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ വലിയൊരു ക്യാൻഡിലാണ്. ഇവിടെയൊക്കെ ചാടി കയറി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് SL പോകും. ഈ വിക്ക് വന്നിട്ട് SL കണ്ട് ചെയ്തേക്കാണ് ഇവിടെ. മൂന്നാമത്തെ വട്ടം കയറുമ്പോഴാണ് റെഡ് ക്യാൻഡിൻ്റെ ബോഡിൽസിന് മുകളിൽ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എൻട്രി ആക്ടിവേറ്റ് ആയി. പിന്നെ നമ്മൾ ലിമിറ്റിലോ അല്ലെങ്കിൽ ഒരു രൂപ വ്യത്യാസത്തിനോ എടുക്കുക. ഒരു 50 പൈസ വ്യത്യാസത്തിനോ 1 രൂപ വ്യത്യാസം നമുക്ക് എടുക്കാം.
എങ്ങനെ എടുത്താലും ഈ സംഭവം നമുക്കൊരു 1:1 മുകളിൽ ഒരു 15 പോയിൻറ്റിൻ്റെ മുകളിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഞാൻ കോസ്റ്റ് അടിക്കാണ്ടാണ് ഇവിടെ പറയണത്. കോസ്റ്റ് അടിക്കാണ്ട് ഒരു 15-16 പോയിൻ്റൊക്കെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ക്യാൻഡിൽസ് അടിയിലേക്ക് ഇറങ്ങി തിരിച്ച് കയറുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് എടുക്കാം. ഇതാണ് നമ്മുടെ എൻട്രി പറഞ്ഞ് ഈ റെഡ് ക്യാൻഡിൽ വേണമെങ്കിൽ എൻട്രി എടുക്കാം. ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ട്രൈ ചെയ്തതിലും പ്രശ്നമില്ല. ഇനി കിട്ടാൻ പോണ പ്രോഫിറ്റ് സെയിം തന്നെയാണ്. ഈ ഫസ്റ്റ് ട്രേഡിൽ എന്താണോ കിട്ടിയത് അത് തന്നെയാണ് ഈ ട്രേഡിലും കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ട്രേഡ് വരുന്നത് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ കറക്റ്റ് കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി SL ആയി. അത് 10 മിനിറ്റിൽ ഇപ്പോൾ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഒരു 5-6-7 പോയിൻറ്റ് നിങ്ങൾ SL കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് 10 പോയിൻറ്റ് SL ആയിട്ട് തന്നെ അത് കൂട്ടാം. പിന്നെ വരുന്ന എൻട്രിയാണ് മൂന്നാമത്തെ എൻട്രി. അതായത് ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ലെവലിൽ നിന്ന ശേഷം കൺസൾട്ടേഷൻ ചെയ്ത ശേഷം പിന്നെ മൂന്നാമത്തെ എൻട്രി സെയിം പ്രൈസ്. ഇവിടെ നമുക്ക് SL അടിച്ച പ്രൈസിൽ പിന്നെയും ഇവിടെ ട്രേഡ് ആക്ടിവേഷൻ നടന്നു, ലിമിറ്റിൽ വന്ന് നല്ല രീതിക്ക് കയറിപ്പോയി. ഇതാണ് മൂന്നാമത്തെ എൻട്രി. ഇത് ഞാൻ സെപ്പറേറ്റ് ഗ്രൂപ്പിൽ കണ്ടൊന്നുമില്ല. ഇത് ഫോളോ ചെയ്യണവർക്ക് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ റീ എൻട്രി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഗ്രൂപ്പിൽ. ബേസിക്കലി അതാണ് മൂന്നാമത്തെ എൻ്റെ കോംപ്ലിക്കേഷൻ. ബേസിക്കലി ഞാൻ തന്നെ പ്രൈസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. പക്ഷെ ഇന്ന് ഭയങ്കര ഷോക്കായിരുന്നു മാർക്കറ്റ്. അത് രാവിലെ നമുക്ക് കിട്ടേണ്ട ട്രേഡിലൊന്നും കിട്ടിയിട്ടില്ല, നല്ല പ്രോഫിറ്റ് വന്നിട്ടുമില്ല. പിന്നെ നമ്മൾ നോക്കിയിരുന്ന് കിട്ടേണ്ട ഒരു എൻട്രി ഇതാണ്. ഈ മൂന്നാമത്തെ ട്രേഡിലാണ് നമുക്ക് പ്രോപ്പർ എൻട്രി എന്നാണ്. അതും 12:45 ആയി. അപ്പോൾ ആ ടൈമിൽ നോക്കിയിരിക്കാത്തവരുണ്ടെങ്കിൽ ഇത് കിട്ടില്ല. ആകെ ഈ ഒരു മൊമെൻ്റ് ഉള്ളൂ മാർക്കറ്റിൽ, ഈ ഒരു ട്രേഡിൻ്റെ മൊമെൻ്റ് ഉള്ളൂ. കാര്യം നമ്മൾ അതിലുണ്ട്, നമുക്ക് ഫുൾ ടാർഗറ്റ് ഈസിയായിട്ട് വരും. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാവർക്കും ചിലപ്പോൾ കിട്ടണം നിർബന്ധമില്ല. അതാണ് അടുത്ത പ്രശ്നം. പിന്നെയും മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിക്കാണ്. ഇവിടെ കയറി പിന്നീട് കൺസോൾട്ടേഷനായി മാർക്കറ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ. എടുത്തവരുണ്ടെങ്കിൽ ഇത് ഫുൾ ടാർഗറ്റ് ആയി ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് ഇന്നത്തെ ഒരു ഫുൾ ടാർഗറ്റായിട്ട് കൊണ്ടുവരും. സെൻസസിൽ ഇങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് റേഡ് നമുക്ക് SL ആണ്. അതൊരു കറക്റ്റ് 10ാമത്തെ മിനിറ്റ് ക്യാൻഡിലാണ് SL പോയിക്കൊണ്ട് ഫസ്റ്റ് റേഡിൽ. രണ്ടാമത്തെ ട്രേഡ് 1:1 കോസ്റ്റ് എന്നൊക്കെ പറയാം രണ്ടാമത്തെ ട്രേഡിനൊക്കെ. മൂന്നാമത്തെ ട്രേഡ് സെയിം പ്രൈസിൽ തന്നെയാണ്, റീ എൻട്രി തന്നെയാണ്. അതിൻ്റെ ആൻസറും സെയിം തന്നെയാണ് കേട്ടോ. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് അവിടെ ക്യാൻഡിൽസ് കയറി ഇവിടുന്ന് സ്ട്രഗിൾ ചെയ്ത്, മനസ്സിലായില്ല, ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് കയറി എൻട്രി എടുത്ത് കുറച്ച് നേരം സ്ട്രഗിൾ ചെയ്ത് അത് അടിയെ പോയി. അടിയെ പോയിട്ട് ഒന്നുകൂടി സ്ട്രഗിൾ ചെയ്ത് പിന്നെയും കയറി പിന്നെ ഇവിടെയും സ്ട്രഗിൾ ചെയ്ത് നമുക്ക് ട്രേഡ് കിട്ടിയിട്ട് സ്ട്രഗിളിങ്ങാണ്, മനസ്സിലായില്ലേ. നമുക്ക് ട്രേഡ് കിട്ടിയിട്ട് ഇവിടെ സ്ട്രഗിൾ ചെയ്യാണ് പിന്നെയും. പിന്നെ അത് കുറച്ച് നേരം നിന്നിട്ട് ഒരു 1:1 കണ്ട് പിന്നെ അടിയെ പോയിട്ട് പിന്നെ അത് സ്ട്രഗിൾ ചെയ്യുക തന്നെയാണ് ഇവിടെ. പിന്നെ അത് കയറി നമുക്കൊരു എൻട്രി തന്ന് ലിമിറ്റിൽ വന്നു. ഇത് മൂന്നാമത്തെ എൻട്രി ഫുൾ ടാർഗറ്റ് പോയി. ടോട്ടൽ ഇതാണ് എൻ്റെ ഒരു ഓവർവ്യൂ വരണത്. നിങ്ങൾ വരച്ചിരിക്കണം എന്നല്ല പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ടോട്ടൽ കഥയാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് എൻട്രി വരിക. സെയിം പ്രൈസിൽ 3 എൻട്രിയാണ്. മൂന്നാമത്തെ എൻട്രി ഫുൾ ടാർഗറ്റാണ് കേട്ടോ. അത് ചെറിയ ടാർഗറ്റല്ല, അത് 200 പോയിൻ്റൊക്കെ ഉണ്ട്. കറക്റ്റ് ലിമിറ്റ് എന്നാണ് പോയിക്കണത്. 200 പോയിൻ്റ് ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ പറയാം, അത്രയും ടൈം ഇരിക്കണോണ്ട് തന്നെ എല്ലാവരും അത് എടുക്കണം നിർബന്ധമില്ല. നമുക്ക് മോർണിംഗ് കിട്ടേണ്ട ട്രേഡ് ഈ 2 കിട്ടി, അതിൽ നമുക്കൊന്നും കിട്ടിയില്ല. പിന്നെ മൂന്നാമത്തേൽ എനിക്ക് കോൺഫിഡൻസ് കുറവുണ്ടായിട്ടില്ല, വെറുതെ ഇപ്പം എന്തിനാണ് പിന്നെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കണമെന്ന് വെച്ചിട്ടാണ് ഒന്നും കൊടുക്കാണ്ടിരുന്നത്. പിന്നെ കൊടുത്തത് മുകളിലാണ് 525 കൊടുത്തിട്ടായിരുന്നു. അത് നിങ്ങൾ കാണുന്ന പോലെ 1:1 ഏകദേശം വന്നിട്ടുണ്ട്. പിന്നെ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ അടിയിലേക്ക് പോകുന്നു. അത് SL ഒന്നുമല്ല, 10 മിനിറ്റിൽ ഇറങ്ങും. അതാണ് ആകെയുള്ളൊരു നിങ്ങൾക്ക് ആകെയുള്ള ഗുണം. നിങ്ങൾക്ക് SL അങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരില്ല. 10 മിനിറ്റിലേ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അതിന് പ്രോഫിറ്റിലാണെങ്കിൽ കോസ്റ്റ് ഇടുക, റിസ്ക് ഇല്ല, മനസ്സിലായില്ലേ. ഇപ്പോൾ ഈ ട്രേഡ് മൂന്നാമത്തെ ട്രേഡ് നിങ്ങൾ എടുത്തു, അതൊരു 10 മിനിറ്റിൽ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് ഇവിടെയാണ് ഇടേണ്ടത്. ബേസിക്കലി നിങ്ങൾക്ക് കോസ്റ്റ് അടിക്കില്ല, ഓട്ടോമാറ്റിക്കലി അത് പ്രോഫിറ്റ് പോകും. അതാണ് 10 മിനിറ്റിൻ്റെ ആകെ ഒരു ഗുണം കേട്ടോ. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ നമുക്ക് സൈഡിലേക്ക് എൻട്രികളൊന്നും ഉണ്ടായിരുന്നില്ല, സൈഡ് ട്രേഡ് ഇല്ല. പിന്നെ ഞാൻ കൊടുത്ത് 25,400 PA ആണ്. അത് ഈ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, ഇറങ്ങുക, അത്രയുള്ള കാര്യം. SL ഒന്നും അടിക്കട്ടില്ല. SL പിന്നെയാണ് പോണത്, കുറേ നേരം കണ്ടാണ് പോണത്. അപ്പോൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയാണ്. ആകെ ഒരു എൻട്രിയാണ് കിട്ടണത്. നിങ്ങൾ കണ്ട ഒരു എൻട്രി ബാങ്ക് സെൻസസിലും നിഫ്റ്റിയിലും ആ ഒരു ഒറ്റ എൻട്രിയാണ്. 50 പോയിന്റ് പോയിട്ടുള്ള, അല്ലെങ്കിൽ സെൻസസിൽ 200 പോയിന്റ് പോയിട്ടുള്ള ആ ഒറ്റ മൂവ്മെൻ്റാണ് നിഫ്റ്റിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ നമ്മളവിടെ ഇല്ലെങ്കിൽ, അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്,
നമ്മൾ ഓൺ ടൈമിന് ഇല്ലെങ്കിൽ ആ എൻട്രികളൊന്നും കിട്ടില്ല. പിന്നെ കുറച്ച് ട്രൈ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഇന്ന് ട്രേഡ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടിരിക്കണ കുറേ ആൾക്കാരുണ്ടാവും. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ബേസിക്കലി അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു എൻട്രി വരുന്നത്. അതെല്ലാവരും കിട്ടണം നിർബന്ധമില്ല. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എല്ലാവരും കിട്ടണം നിർബന്ധമില്ല. എല്ലാവരും ഇന്നത്തെ ട്രേഡിങ് ഒഴിവാക്കി ഉണ്ടാവും, നാളത്തേക്കായിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മൊമെൻറ്റം വരുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാല്ല. കറക്റ്റ് നമ്മുടെ പ്രൈസൊന്നും കാര്യങ്ങളും നമ്മുടെ കണ്ടീഷൻ ആക്ടിവിറ്റി ആക്കി തന്നെയാണ് പോയിക്കണത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് നടന്നേക്കണത്. പക്ഷെ ചിലപ്പോൾ ഇരിക്കാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. എന്തായാലും മിക്കവർക്കും കിട്ടിയ സാധ്യത കുറവാണ്. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നിട്ട് പഠിച്ചിട്ട് ചെയ്യുക. പ്രോപ്പർ എൻട്രി സെറ്റപ്പ് ഉണ്ടാക്കാൻ നോക്കുക, ഡെവലപ്പ് ചെയ്യുക. നിങ്ങളുടെ എൻട്രി സെറ്റപ്പാണ് നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഇപ്പം എൻ്റെ നിന്ന് എൻട്രി എടുത്താലും ശരി, വേറെ ആളിൽ നിന്ന് എൻട്രി എടുത്താലും ശരി, നിങ്ങളത് ലൈഫ് ലോങ്ങിലേക്ക് ഒരു സക്സസ് റേറ്റിലേക്ക് കൊണ്ടുപോകില്ല. നിങ്ങൾ വേറൊരാളുടെ എൻട്രിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ്, എന്തൊക്കെയാണ് മാർക്കറ്റിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്കത് പറ്റുള്ളൂ. ഞാനിവിടെ കോഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അത്രയും വർത്തായിരിക്കും. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള കുറച്ച് മെത്തേഡുകളാണ് ഫോളോ ചെയ്യണത്. അതായത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റഡി, അതായത് അഡ്വാൻസ്ഡ് സ്റ്റഡിയിലത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പല സംഭവങ്ങളും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിനൊന്ന് കമ്പൈൻ ചെയ്ത് വെച്ചാലാണ് ഈ പസിൽ റെഡിയാക്കണ പോലെയാണ് എൻ്റെ ഒരു മെത്തേഡ്. ഈ മെത്തേഡ് ഞാൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളൊരു പസിൽ റെഡിയാക്കണം, അപ്പോഴാണ് ഈ മെത്തേഡിക്ക് നിങ്ങൾ എത്തുള്ളൂ. അപ്പോഴാണ് ഈ പറഞ്ഞ രീതിക്ക് നമുക്ക് ഈ കണ്ടീഷൻസ് ആക്ടിവേറ്റ് ആയിട്ട് നമുക്ക് ഇത്ര ടൈം കൊണ്ടൊക്കെ പ്രോഫിറ്റ് എടുക്കുന്ന രീതിക്ക് വരുള്ളൂ. അപ്പോൾ പസിൽ ഗെയിം പോലത്തെ ഒരു മെത്തേഡാണ് ഞാൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കുക. നമ്മൾ അതുവരെ നോക്കിയിരിക്കുകയുള്ളൂ നമ്മുടെ ലെവൽസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന്. മനസ്സിലായത്? അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും കേട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് ഞാൻ യൂട്യൂബ് കൂടെ തന്നെ റിവീൽ ചെയ്യാനും പറ്റില്ല കാര്യങ്ങളൊന്നും. മനസ്സിലായത്? അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ അത് ഒരു വട്ടം കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു കോഴ്സായിട്ടിരിക്കില്ല. അപ്പോൾ ഈ മന്തിലത്തെ ലാസ്റ്റ് ട്രേഡ് ഉണ്ടായാണ്. നെക്സ്റ്റ് ഡേ തൊട്ട് പുതിയ മന്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ, നല്ല ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ. നമുക്ക് ഈ മന്തിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ട്രേഡിങ് ഓപ്പർച്യൂണിറ്റികൾ വന്നിട്ടുണ്ടായിരുന്നു കമ്പയർ ടു പ്രീവിയസ് മന്ത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഈ മാസം വരണം. എന്നാലാണ് നല്ല പ്രോഫിറ്റിക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ മാക്സിമം നല്ല ഓപ്പർച്യൂണിറ്റികൾ കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ് കരിയറിൽ നിങ്ങൾ വിചാരിക്കണേക്കാൾ കൂടുതൽ സക്സസ് റേറ്റും ഫിനാൻഷ്യൽ ഫ്രീഡം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരും. നിങ്ങൾ ചിന്തിക്കാവുന്ന അപ്പുറം പ്രോഫിറ്റ് കിട്ടാവുന്നൊരു മേഖലയാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഞാൻ കുറച്ച് ലെവൽസ് സർപ്രൈസ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ലെവൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.